ഹായ് നമസ്കാരം, എല്ലാവർക്കും ആർമൈ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് രണ്ട് ബിഗ് ലഡുവായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് വലിയ ലഡുവാണ്. അപ്പോൾ നമ്മളെ ആദ്യം ഉണ്ടാക്കിയത് വലിയ ഒറ്റ ലഡുവായിട്ട് ഉണ്ടാക്കാനാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. രണ്ടാമത് പിന്നെ രണ്ട് ലഡുവാക്കി ചുരുക്കി. അങ്ങനെ എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ലഡുവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലഡു എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാന്നുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6 മണിക്കൂറോളം ഞാനത് കുതിർത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ ലഡു ഉണ്ടാക്കാൻ പോണത്. അന്നേരം ഇപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് അങ്ങോട്ട് കടക്കാം. ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതെല്ലാം കൂടെ നമുക്ക് എടുത്തിട്ട് ഒന്ന് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം. ഈ വലുപ്പത്തിൽ നമുക്ക് ലഡു ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇത് മിക്സിക്കകത്തിട്ട് പൊടി രൂപത്തിൽ ഒന്ന് അടിച്ച് എടുക്കണം. അതിന് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപ്പ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ച് കിട്ടേണ്ടത്. കണ്ടോ, ഒരുപാട് നൈസും ആകരുത്, ചെറിയ തരി പോലെ ആവുകയും ചെയ്യണം. എന്ന രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതിനെ ബാക്കി എല്ലാം കൂടെ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് മുഴുവൻ അരച്ചിട്ടത് ചെറിയ നൈസ് പരുവത്തിൽ, നൈസല്ല എന്നാൽ തരി പോലെ ഉണ്ട്, അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിനുള്ള പാത്രം നമുക്ക് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലിട്ട് എണ്ണ ഒഴിക്കാം. പാകത്തിന് എണ്ണ ചേർത്താൽ മതി, കണക്കില്ല. ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേക ഷേപ്പൊന്നുമില്ല, ഒരു എന്തെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ പൊടിച്ചെടുക്കാറുണ്ട്. മിക്സിക്കകത്തിട്ട് പൊടിക്കണം. ഒന്നുകൂടെ പൊടിച്ചിട്ട് വേണം നമുക്കത് ലഡുവിന്റെ പരുവത്തിൽ ആക്കി ഷേപ്പിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലത്തെ ചെറിയ ഒരു ഷേപ്പിൽ ഇട്ട് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഒരുപാട് അങ്ങോട്ട് പൊരിയണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞെടുത്താൽ മതി. അതിന്റെ കളർ അതുപോലെ തന്നെ നിൽക്കണം. അന്നേരം അതിപ്പം അതെല്ലാം മൂപ്പായിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിൽ കണ്ടോ, ഇതുപോലെ ആക്കുക. അതിന്റെ കളറൊന്നും പോകാത്ത രീതിയിൽ ഇനി നമുക്കത് മാറ്റി വെക്കാം. എണ്ണ ഒന്ന് വാർന്നു പോകാൻ വേണ്ടി. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ലെവലാണ് പൊരിച്ചിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇതുപോലെ ഒത്തിരി കണ്ടവന ഹാർഡായിട്ട് ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന രീതിയിൽ. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ള വെച്ചാൽ നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്നിട്ട് പൊടിച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇനിയിപ്പം മിക്സിക്കകത്തിട്ട് പൊടിക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് പൊടിച്ചതിൻ്റെ അവസാനത്തെ മിക്സിയിട്ട് പൊടിച്ചതിൻ്റെ ഭാഗം കണ്ടോ. അപ്പോൾ പരിപ്പ് തേണ്ട ഈ ഒരു പരുവത്തിനാണ് പൊടിച്ചിരിക്കുന്നത്. തീർത്ത് നൈസല്ല, ഒരു തരി പോലെയുണ്ട്. ഇത് പഞ്ചസാരപ്പാനിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ പഞ്ചസാരപ്പാനിക്കുള്ള പാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് 1 കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പഞ്ചസാര അതിനകത്തേക്ക് ഇടാം. അതിന്റെ പകുതി അളവ് വെള്ളം കൂടെ നമുക്ക് ചേർത്തിട്ട് ചെയ്യാം. അത് നൂൽപ്പരുവത്തിലാക്കണം. ഒരു നൂൽ പരുവത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റവ് സിമ്മാക്കി വെക്കുക. സിമ്മാക്കി വെച്ചിട്ട് ആ തീയിൽ വേണം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കി കൊടുത്ത് അത് ഓരോ നൂൽപ്പരിവ് ആകുന്ന രീതി വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ പഞ്ചസാര പാനിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്കിപ്പോൾ തിളച്ച് നൂൽപ്പരുവ് ആകുന്ന വിധത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് അതിന്റെ ആവശ്യാനുസരണം നമുക്ക് കളർ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച കടലപ്പരിപ്പിന്റെ പൊടിയില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ തീയിലാണ് ഇത്, തീർത്ത് സിമ്മാക്കി കൊടുക്കണം തീ. ഇങ്ങോട്ട് ഇളക്കി ശരിയാക്കി എടുക്കാൻ. കുറച്ച് നെയ്യും കൂടെ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് ലഡുവിൻ്റെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് ഈ ചെറു ചൂടോട് തന്നെ നമുക്കത് ഉരുട്ടി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡു അങ്ങോട്ട് തയ്യാറാക്കാൻ പോവാണ്. അപ്പം ഒരു ലഡു അങ്ങോട്ട് വെച്ചു. എന്തോ കേട്ടോ, ഒന്ന് നമുക്കത് ഇങ്ങോട്ട് ശരിയിരിക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ ലഡു എടുത്തു. രണ്ടാമത്തെ ലഡുവിനുള്ള ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ലഡു ദേ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തേക്ക് സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് വലിയ ലഡുവിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള പരിപാടിയും. ഇതിപ്പോൾ ഇതിനും വലിയ ലഡു ഉണ്ടാക്കാൻ ഞാൻ നോക്കുകയാണ്, പക്ഷേ നടന്നിട്ടില്ല. ഇപ്പം ഇത്രയും വലിപ്പമുള്ളൊരു ലഡു വീഡിയോയുടെ ഗ്രോത്തിന് വേണ്ടി ഇത്രയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തി വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.